BBC വിടാതെ പിടിച്ചിരിക്കുകയാണ് BJP. ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടും പകതീരാതെ പിന്നാലെ നടന്ന BBC ചൂഷണം ചെയ്യുകയാണ്. ദി മോദി ക്വസ്റ്റ്യൻ ഡോക്യുമെന്ററിയിൽ BBCക്ക് വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നു. ഡൽഹി ഹൈക്കോടതിയാണ് സമൻസ് അയച്ചിരിക്കുന്നത്. നേരത്തെ നൽകിയ സമൻസുകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. BJP നേതാവ് ബിനയ് കുമാർ സിംഗിന്റെ പരാതിയിലാണ് നീക്കം ഉണ്ടായിരിക്കുന്നത്. BBC കൂടാതെ കേസിലെ മറ്റു പ്രതികളായ വിക്കിമീഡിയ ഫൗണ്ടേഷനും US ആസ്ഥാനമായുള്ള ഡിജിറ്റൽ ലൈബ്രറി, ഇന്റർനെറ്റ് ആർക്കൈവും അടങ്ങുന്ന വിദേശ സ്ഥാപനങ്ങൾ സമൻസിലെ നിർദ്ദേശകർക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം രോഹിണി കോടതിയിലെ അഡീഷണൽ ജില്ലാ ജഡ്ജി രുചിക സിംഗ്ല BBCക്കും കേസുമായി ബന്ധപ്പെട്ട മറ്റു ചിലർക്കും മാനനഷ്ടത്തിന് സമൻസ് അയച്ചിരുന്നു. മോദിയെക്കുറിച്ചും BJPയുടെ പോഷക സംഘടനകളായ RSS, VHP എന്നിവയെക്കുറിച്ചും പ്രസിദ്ധീകരണങ്ങൾ നടത്തുന്നത് തടയണം എന്നായിരുന്നു സമൻസിലെ ആവശ്യം. അതേസമയം ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി രാജ്യത്തിന്റെയും മോദിയുടെയും ജുഡീഷ്യറിയുടെയും മതിപ്പില്ലാതാക്കിയെന്ന് അവകാശപ്പെട്ട് ഗുജറാത്ത് ആസ്ഥാനമുള്ള ജസ്റ്റിസ് ഓൺ ട്രെയിൻ എന്ന NGO ഹർജി ഫയൽ ചെയ്തിരുന്നു. ഈ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി BBCക്ക് നോട്ടീസും അയച്ചിരുന്നു. ഇതിനു പുറമെ ജസ്റ്റിസ് സച്ചിൻ ദത്ത BBC ഇന്ത്യക്കും നോട്ടീസ് നൽകി. വേണ്ടത്ര ഗവേഷണം നടത്തിയ ശേഷമാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയത് എന്നായിരുന്നു കേസിൽ BBC നൽകിയ വിശദീകരണം. വിവാദ വിഷയങ്ങളിൽ ഇന്ത്യൻ സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നുവെന്നും എന്നാൽ ഇന്ത്യ പ്രതികരിച്ചില്ല എന്നുമാണ് BBC കേസിന്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നതും. BJP നേതാക്കളുടെ അഭിപ്രായം ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ബ്രിട്ടീഷ് മാധ്യമം പ്രതികരിച്ചു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാകുന്ന നിലപാടുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്കെതിരായി എന്തു പറഞ്ഞാലും ചുട്ടരിക്കുന്ന അവസ്ഥ. ലോകത്താദ്യമായി BBCയുടെ പ്രവർത്തനം നിർത്തിയ രാജ്യമായി ഇന്ത്യ മാറിയതും അൽ ജസീറയ്ക്ക് വിസ നിഷേധിച്ചതും വിദേശ മാധ്യമ പ്രവർത്തകയെ നാട് കടത്തിയതും തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, അതായത് 2002 ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ കറുത്ത കരങ്ങളെ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചെന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് ലോക അംഗീകാരമുള്ള BBCയെ BJPയുടെ കണ്ണിലെ കരടാകാനുള്ള ഒറ്റ കാരണം.